Hi guys, welcome to our YouTube channel. Myself, Vedu and myself, Vedinte Amma. ഇന്ന് ഞാൻ ആദ്യമായിട്ട് വ്ലോഗ് എടുക്കാൻ പോവാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് സർപ്രൈസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് വേദു. പിണീറ്റ് വന്നു. അതിൻ്റെ ഒരു മൂടാൻ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിലേക്ക് ഞങ്ങൾ റെഡി ആകും അല്ലേ? ഞങ്ങൾ റെഡി ആകും. അപ്പോൾ ചായ Hi, good morning. Check ബിജെപിയിലേക്ക് പോകുന്നതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ പശ്ചിമ ബംഗാളിലെ ബോട്ട് യാത്രയെ മുഖ്യമന്ത്രി മമതാ ബാനർജി തോണി യാത്ര ആസ്വദിക്കാൻ കണ്ടത് ഹൂഗ്ലി നദിയിലെ ജലം വൃത്തിയുള്ളതുകൊണ്ടെന്ന് മമത. ഡൽഹിയിൽ യമുനാ നദി മലിനീകരണത്തിന് കാരണം ബിജെപി ഭരണം. ചിക്കൻ കറിയാണ് ഇന്നലത്തെ. അറിയാലോ. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. നമുക്ക് ഒരു ചെറിയ ഡെക്കറേഷൻ ആൻഡ് കേക്ക് കട്ടിങ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം അമ്മയച്ഛനൊക്കെ ഇങ്ങോട്ട് വരും. അവർ രാവിലെ ചെറിയൊരു ഡേറ്റിലേക്ക് പോവാണ്. ഒരു സിനിമയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമല്ലോ. വൈകുന്നേരം ഇവിടെ പോകാമെന്ന് പറഞ്ഞാണ്. അപ്പം കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യമാണ് അവരോട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫുഡ് കഴിക്കാം ഒരുമിച്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസും കേക്കൊക്കെ കുറച്ചായിട്ട് പോയി വാങ്ങിക്കണം. പിന്നെ സെലിബ്രേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. കഴിച്ചിട്ട് വേഗം കുളിച്ചിട്ട് അവളെ ഉറക്കിയിട്ട് വേണം പോവാനായിട്ട് കടയിൽ. രാമ അവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് കുളിച്ചിട്ട് പോയിട്ട് വരാം. അപ്പൊ ഹായ്, ഞാൻ കുളിച്ചിട്ട് വന്നു. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ സ്കിൻ കെയർ ചെയ്തിട്ട് കടയിൽ പോയിട്ട് വരാം. ഞാൻ ഫോക്സ്റ്റിഗലിൻ്റെ മോയ്സ്ചറൈസറാണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നല്ലതാണ്. കംപ്ലീറ്റ് കവറേജ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു ഹൈഡ്രേഷൻ ഒക്കെ തരുന്നുണ്ട്. കുറച്ച് പിമ്പിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഫോക്സ്റ്റിഗലിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗ്ലോ സൺസ്ക്രീനാണ്. SPF 50 PA++++ ഒക്കെ ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഫോക്സ്റ്റിഗലിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവായി. അപ്പോൾ ഇത് തന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഡൗണൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കുമൊക്കെ കുഞ്ഞിപ്പെണ്ണ് പതുക്കെ ഒരു ഉറക്കത്തിലേക്കൊക്കെ പോയി. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും അവിടെ എണീറ്റു. എനിക്കൊരു കമ്പനിയൊക്കെ ആയി. എനിക്ക് അവനും ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് അവളും കൂടി എല്ലാത്തിനും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു. കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ആദ്യമായിട്ട് കാണുന്നല്ലേ ബുബൂണൊക്കെ. അപ്പം അത് കഴിഞ്ഞ് എല്ലാത്തിനും കൂടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ഫൈനൽ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയൊന്നുമില്ല, ചെറുതായിട്ട് നമ്മൾ ആകെ ഇത്തിരി പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ ഞങ്ങൾ 3 പേരും കൂടി ചെയ്തു. ഇടയിൽ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. എല്ലാം സെറ്റ് ചെയ്തു. അമ്മേനെ അച്ഛനെ വിളിച്ചു. ഇതാണ് അവരുടെ റിയാക്ഷൻ. അവർ സർപ്രൈസ്ഡായി. അവർ വിചാരിച്ചില്ല, ഇതൊന്നും വിചാരിച്ചില്ല.
എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് അവർക്കറിയായിരുന്നു, പക്ഷേ വിചാരിച്ചില്ല അവർ. യെസ്, അതാണ് നമ്മുടെ വിജയം. അവരുടെ മുഖത്തെ ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ബാക്കിയിൽ ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ, അത് ആവശ്യമുള്ള സമയത്തൊന്നും അത് പൂട്ടത്തില്ല. അങ്ങനെ യെസ്, ഇറ്റ്സ് ടൈം, ദ മൊമെൻറ്റ്, കേക്ക് കട്ടിങ് മൊമെൻ്റ് ആണ്. യെസ്, ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരാളാണ് ആ നടുക്ക് നിൽക്കുന്നത് കേട്ടോ, ചെയ്തു. അവള് നോക്കുമ്പോൾ എല്ലാവരും കൈ കൊട്ടുന്നു, അപ്പം ഞാനും കൈ കൊട്ടുന്നു. എല്ലാവരും ഹാപ്പി ആണല്ലോ എന്നാണ് അവൾ വിചാരിക്കേണ്ടത്. എന്താ സംഭവം എന്ന് അവൾക്ക് മനസ്സിലായില്ല. കേക്കൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ തിന്നാനൊക്കെ കിട്ടും അതൊക്കെ മനസ്സിലായി പുള്ളിക്കാരിക്ക്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് അവൾ കാണുന്നത് മുഖത്ത്. ആ, കേക്കും കിട്ടി, ഹാപ്പിയായി. അത് കഴിഞ്ഞൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു ഞാൻ. ഡ്രസ്സാണ്, അമ്മയ്ക്ക് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു നല്ല ഗിഫ്റ്റ് വേദവും കൊടുത്തു, നല്ലൊരു ഉമ്മ കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ചെറിയ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.